ചൊവ്വാഴ്ചത്തെ എപ്പിസോഡിൽ ജാൻമണിയും ഋഷിയും വീണ്ടും ഏറ്റുമുട്ടി. ജാൻമണി അവസാനം കരച്ചിലായിരുന്നു. സംഭവം മറ്റൊന്നുമല്ല, കുറച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടി അകത്തെ ഡോറ് തുറന്നിട്ടിട്ട് മറ്റേ ബീൻ ബാഗിൽ വന്നിരിക്കുകയാണ് നമ്മുടെ ഋഷിയും അഭിജിത്തും ഒക്കെ ഓപ്പൺ സ്പേസിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അകത്തുള്ള എ സിയുടെ തണുപ്പ് പുറത്തേക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇവർ ആ ഡോറ് തുറന്നിട്ടത്. ഇതൊക്കെ യമുനയൊക്കെ കണ്ടിട്ട് യമുനയൊക്കെ ജസ്റ്റ് ആദ്യം ഇങ്ങനെ പറഞ്ഞുവെങ്കിലും അവർ ആദ്യം ഒന്നും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ജാൻമണി വന്നപ്പോൾ യമുന ഈ കാര്യം പറഞ്ഞു. അവർ ആ ഡോറ് തുറന്നിട്ടിരിക്കുന്ന കണ്ടില്ലേ, ഇവിടെ നിൽക്കേണ്ട എ സിയാണ്, അതെല്ലാം പുറത്തേക്ക് പോകും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പം ജാൻമണി ആണെങ്കിൽ ഇത് എൻ്റെയും കൂടി വീടാണ്, ഈ ബിഗ് ബോസ് ഹൗസ് അവരുടെ മാത്രമല്ല, ഞാൻ ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് ഋഷിയോടും അഭിഷേകിനോടൊക്കെ പോയി കാര്യം പറഞ്ഞു. അവരാണെങ്കിൽ ശരിക്കും എന്താ പറയുക, ആട്ടിവിട്ടെന്ന് വേണമെങ്കിൽ പറയാം. ജാൻമണിക്ക് ഭയങ്കര സങ്കടമായി. ജാൻമണി നല്ലോണം കരയുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് നല്ല കരച്ചിലായിരുന്നു. സത്യം പറഞ്ഞാൽ അവർ ചെയ്തത് മോശം പരിപാടി തന്നെയാണ്. അവിടെ ഹൗസിന് ഉള്ളിൽ നിൽക്കേണ്ട എ സിയുടെ ആ ഒരു തണുപ്പാണ് ഇവർ ഈ ഡോറ് തുറന്നിട്ട് ഓപ്പൺ സ്പേസിലേക്ക് കിട്ടാൻ വേണ്ടി ഡോറ് തുറന്നിട്ടിരിക്കുന്നത്. അത് നമ്മുടെ ബിഗ് ബോസിനാണ് ശരിക്കും നഷ്ടം. പക്ഷേ ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫിനാലെയാണ്. അപ്പോൾ ആ ഒരു ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് എന്താണ് ഋഷി അങ്ങനെ ഡോർ തുറന്നിട്ടത്, അതെന്താണ് ഇലക്ട്രിസിറ്റിക്ക് വിലയില്ലേ, കറണ്ട് ചാർജ് ആരാണ് കൊടുക്കുന്നത്, അങ്ങനെയൊന്നും ചോദിക്കണമെന്ന് അവർക്ക് ഉറപ്പാണ്. ഗ്രാൻഡ് ഫിനാലയിൽ അതിൻ്റെ കാര്യങ്ങൾ മാത്രമല്ലേ പറയുള്ളൂ. പാവം വെറുതെ ഇരുന്നാൽ മതിയായിരുന്നു ജാൻമണിക്ക്. എന്താണെങ്കിലും ജാൻമണി വന്ന് ഇതിനെപ്പറ്റി പറഞ്ഞു. ഋഷിയുടെ വായിരിക്കുന്ന നല്ല കേട്ടു, കരഞ്ഞുകൊണ്ട് ഒരു മൂലയ്ക്ക് പോയിരുന്നു.